എഡ്യൂക്കേഷൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ +2 റിസൾട്ട് വന്നു. ഒരുപാട് സ്റ്റുഡൻസാണ് നമ്മളോട് ചോദിക്കുന്നത് കേരളത്തിലെ BSc നഴ്സിംഗ് അഡ്മിഷനെ പറ്റിയിട്ട്. കേരളത്തെ അലോട്ട്മെൻറ്റുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ആയിട്ടുള്ള കർണാടകയിലെ KCET എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ടൊക്കെ ധാരാളം സ്റ്റുഡൻസാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ കേരളത്തിലെ +2 റിസൾട്ട് വന്നു. എല്ലാവരും നിങ്ങളുടെ മാർക്കെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവർ എങ്ങനെയാണ് കേരളത്തിൽ അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത്? കേരളത്തിൽ LBS, PNC, MAC, CPAS, AMCS, FNCK ഈ മേജർ അലോട്ട്മെൻറ്റുകൾ വഴിയാണ് കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റുകളിൽ കേരളത്തിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ +2 നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിൻ്റെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളെ +2 റിസൾട്ട് വന്നു, ഇൻഡെക്സ് മാർക്ക് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടോ ഇല്ലേ എന്ന് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം കേരളത്തിൽ BSc നഴ്സിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ ആയ LBS ആണെന്നുണ്ടെങ്കിൽ PNC, MAC, AMCS, FNCK, CPAS ഇതിൻ്റെ അലോട്ട്മെൻറ്റുകളുടെ രജിസ്ട്രേഷനോ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ യാതൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വരുന്നതിനനുസരിച്ച് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റുകളായ LBS ആണെന്നുണ്ടെങ്കിൽ PNC, MAC ആണെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. ആദ്യം രജിസ്ട്രേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഈ അലോട്ട്മെന്റുകളിലുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുന്നതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക, അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക. അതിലെല്ലാവിധ അപ്ഡേറ്റും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ ഇൻഡെക്സ് മാർക്ക് നോക്കുക. എന്നിട്ട് മുൻ വർഷങ്ങളിലെ അലോട്ട്മെന്റ് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം കേരളത്തിൽ അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽ അല്ല നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതർ സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടും കർണാടകയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടകയിൽ KCET എൻട്രൻസ് എക്സാം ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. KCET എൻട്രൻസ് എക്സാം എന്തിനാണ്, അതിൻ്റെ ബാക്കിലുള്ള കഥകൾ എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ആ ഒരു വീഡിയോ കണ്ടു പറഞ്ഞാൽ KCET എൻട്രൻസ് എക്സാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കർണാടക എൻട്രൻസ് എക്സാം എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ആണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. കർണാടകയിൽ ഇനി എൻട്രൻസ് എക്സാം ഇല്ലാതെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ, നല്ല കോളേജുകൾ കിട്ടുമോ ചോദിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ കർണാടക എൻട്രൻസ് എക്സാം എഴുതിയാലും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ പ്രൈവറ്റ് കോളേജിലെ ഫീസ് എന്താണോ ആ ഒരു ഫീസിൽ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എക്സാം എഴുതിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവിധ നല്ല അംഗീകാരമുള്ള കോളേജുകളിൽ കർണാടകയിലെ ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നല്ല കോളേജുകളെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത്, കർണാടകയിലെ എൻട്രൻസ് എക്സാം എഴുതിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതൊരു കോളേജിൽ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ കോളേജിലെ എല്ലാവിധ അംഗീകാരമുണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക. നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് ആണ് കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ ഡയറക്റ്റ് മാനേജ്മെന്റ് സീറ്റിലേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഒരുപാട് സ്റ്റുഡൻസ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കോളേജുകളുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെങ്കിൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്കൊരു വീഡിയോയിൽ പറയാനുള്ളത്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം കേരളത്തിൽ വെയിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റ് തമിഴ്നാട്, കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് നല്ല അംഗീകാരമുള്ള കോളേജിൽ വരുന്നുണ്ട്. അവിടെ നല്ലൊരു കോളേജ് നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുക. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കേരളത്തിൽ അലോട്ട്മെൻറ്റുകളുടെ യാതൊരു അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. ഓക്കെ, നമ്മൾക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.